Hello, welcome to Sense Diary. Dear children, do you remember what we learned about predicate in the last class? We learned predicate is a part of a sentence or clause contains a verb and stating something about the subject. Predicate എന്ന് പറയുന്നത് സെന്റൻസിന്റെ ഒരു ഭാഗമാണ്, അതൊരു ഉപവാക്യമാണ്, അതിൽ ഒരു ക്രിയയുണ്ടാകും, അതെപ്പോഴും സബ്ജക്റ്റിനെ ചൂണ്ടിക്കാണിക്കുമെന്ന് നമ്മൾ പഠിച്ചു. It modifies a subject. Predicate എപ്പോഴും സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുമെന്നും നമ്മൾ പഠിച്ചു. And we also learn it gives complete idea about subject such as what it does or what it is like. Predicate എപ്പോഴും സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നൽകും. സബ്ജക്റ്റ് എന്താണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്തു ചെയ്യുന്നു എന്നും നമ്മൾ പഠിച്ചു. And we also learn a predicate can either be a verb phrase plus any other modifier. ഒരു predicate എന്ന് പറയുന്നത് ഒരു verb phrase അല്ലെങ്കിൽ മോഡിഫയറോ ആകാമെന്ന് നമ്മൾ പഠിച്ചു. And today in this class we will try to learn about types of predicate. ഇന്ന് നമ്മൾ predicateന്റെ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ബേസിക്സ് ക്ലാസ് ആണ്. ഓൺലി ആൻഡ് ഈസി ലേണിംഗ്, ഈസി ആയിട്ട് ബേസിക് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയത്തില്ല കേട്ടോ. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ സിമ്പിൾ ആയിട്ട് ടൈപ്സ് ഓഫ് പ്രെഡിക്കേറ്റിനെ കുറിച്ചൊന്ന് പഠിക്കാം. സോ ദ ടൈപ്സ് ഓഫ് പ്രെഡിക്കേറ്റ്സ് ആർ സിമ്പിൾ പ്രെഡിക്കേറ്റ്, കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ് ആൻഡ് കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ്. ഇവിടെ പ്രെഡിക്കേറ്റിനെ 3 ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 സിമ്പിൾ പ്രെഡിക്കേറ്റ്, 2 കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ്, 3 കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ്. ആൻഡ് ടുഡേ നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് സിമ്പിൾ പ്രെഡിക്കേറ്റ്. ഓക്കെ, സിമ്പിൾ പ്രെഡിക്കേറ്റ്. സിമ്പിൾ പ്രെഡിക്കേറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് ദ ആക്ഷൻ ഇൻ എ സെന്റൻസ്. സിമ്പിൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ഒരു വാക്കാണ്. ദാറ്റ് ഷോസ് ദ ആക്ഷൻ ഇൻ എ സെന്റൻസ്. അത് ഒരു സെന്റൻസിലെ പ്രവൃത്തിയെ സൂചിപ്പിക്കും. It is used to tell us what the subject of the sentence does. അത് നമ്മളോട് എപ്പോഴും പറയും എന്താണ് സബ്ജക്റ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡാണെന്ന്. ഇറ്റ് ഈസ് എ വേർഡ്. നൗ ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് സിമ്പിൾ പ്രെഡിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഷീ ഡാൻസ്ഡ്. അവൾ നൃത്തം ചെയ്തു. Here the subject is she and the predicate is danced. അവൾ നൃത്തം ചെയ്തു. ഈ നൃത്തം ചെയ്തു എന്നുള്ള ഷീ എന്ന സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി ഈ ഒരൊറ്റ വാക്കിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്, ഡാൻസ്ഡ്. ദിസ് ടൈപ്പ് ഓഫ് predicate is called simple predicate. Now let's see another example. He walked. അവൻ നടന്നു. Here he is the subject and the action done by he is walked, നടന്നു. walked എന്നുള്ള പ്രവൃത്തി ഒറ്റ വേർഡിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. അത്തരം പ്രെഡിക്കേറ്റ്സിനെ നമ്മൾ സിമ്പിൾ പ്രെഡിക്കേറ്റ് എന്ന് പറയും. That means in simple predicate, predicate is expressed entirely by one word. Understand? In simple predicate, predicate is expressed entirely by one word. അതായത് ഒരു സെൻറ്റൻസ് എടുക്കുമ്പോൾ അതിലൊരു സബ്ജക്റ്റും ആ സബ്ജക്റ്റ് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഒരൊറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് എന്ത് സെൻറ്റൻസ് ആയിരിക്കും, എന്ത് പ്രെഡിക്കേറ്റ് ആയിരിക്കും? സിമ്പിൾ പ്രെഡിക്കേറ്റ് ആയിരിക്കും. ഈസി. ഒരു സെൻറ്റൻസ് എടുക്കുന്നു, അതിലൊരു സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റ് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഒരൊറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് പ്രെഡിക്കേറ്റ് ആണ്? സിമ്പിൾ പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, റൈറ്റ്, അണ്ടർസ്റ്റാൻഡ്. നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ്. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് പ്രെഡിക്കേറ്റിനെ പറ്റിയാണ്. എ കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ് ഗീവ്സ് 2 or more details about the same subject and has 2 or more verbs joined by a conjunction. ഒരു കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ് നൽകുന്നത് 2 or അതിലധികമോ ഡീറ്റെയിൽസിനെ കുറിച്ചായിരിക്കും. എന്തിൻ്റെ? ആ സെൻറ്റൻസിലെ സബ്ജക്റ്റിൻ്റെ. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചെയ്ത 2 or അതിലധികമോ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്തരം പ്രെഡിക്കേറ്റിനെ നമ്മൾ കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഈ 2 പ്രവൃത്തികളും ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഹിയർ ഇസ് എ ന്യൂ വേർഡ്, കൺജങ്ഷൻ, ആൻഡ് വി വിൽ ട്രൈ ടു ലേൺ അബൌട്ട് കൺജങ്ഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് കൺജങ്ഷൻ. Okay, now let's learn about compound predicate with the help of example. 2 or more verbs joined by a conjunction. Okay. And the example is
She danced with her friends and got first prize. അവൾ അവളുടെ കൂട്ടുകാരോടൊപ്പം നൃത്തം ചെയ്തു, ഒന്നാം സമ്മാനം വാങ്ങി. Got first prize. Here the subject is she, and here mentioned about two actions which was done by the subject she. ഇവിടെ രണ്ട് ആക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഷീ എന്ന സബ്ജക്റ്റ് ചെയ്ത രണ്ട് ആക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ഷീ ഡാൻസ്ഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. സെക്കൻഡ് വൺ ഈസ് ഷീ ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. ആൻഡ് ദീസ് ടു ആക്ഷൻസ് ആർ, ദ ഫസ്റ്റ് ആക്ഷൻ ഈസ് ഡാൻസ്ഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, second action is got first prize, and these two actions are combined or joined with a conjunction called and. This type of predicate is called compound predicate. Understand? Now let's check another example. He walked with his cousin and went to the hotel. അവൻ അവൻ്റെ കസിനോടൊപ്പം നടന്ന് ഹോട്ടലിലേക്ക് പോയി. Here the subject is he, and the subject done two actions. They are walked with his cousin and went to the hotel. കസിനോടൊപ്പം നടന്നു, ഹോട്ടലിലേക്ക് പോയി. രണ്ട് പ്രെഡിക്കേറ്റും രണ്ട് ആക്ഷൻസും ഈ സബ്ജക്റ്റ് ചെയ്തതാണ്. And these two actions are combined with the conjunction and. These type of predicates are called compound predicate. That means in compound predicate two or more verb joined with a conjunction. Compound predicate എന്തുണ്ടാവും? രണ്ടോ അതിലധികമോ ആക്ഷൻസ്, അതായത് വെർബ് ഉണ്ടാകും, അത് ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരൊറ്റ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ചെയ്തേക്കുന്ന രണ്ട് പ്രവർത്തികളെ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്തരം സെൻറ്റൻസിലെ പ്രെഡിക്കേറ്റ്സ് എന്തായിരിക്കും? കോമ്പൗണ്ട് പ്രെഡിക്കേറ്റ് ആയിരിക്കും. ആൻഡ് മാത്രമല്ല, കൺജങ്ഷൻ കേട്ടോ, കൺജങ്ഷനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ്. ഇനി നമുക്ക് കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് എന്താണെന്നൊന്ന് നോക്കാം. A complete predicate is a verb that shows the action and also a modifying phrase that complete the thought. ഒരു കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് ഈസ് ദി വെർബ് ദാറ്റ് ഷോസ് ദി ആക്ഷൻ. ഒരു കംപ്ലീറ്റ് പ്രെഡിക്കേറ്റിൽ എന്തുണ്ടാകും? ഒരു വെർബ് ഉണ്ടാകും. അല്ലെങ്കിലും ഒരു സെൻറ്റൻസിൽ എന്തുണ്ടാകും? വെർബ് ഉണ്ടാകും. പക്ഷെ ഇവിടെ വെർബ് ഫ്രേസിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് എന്തുണ്ടാകും? ഒരു മോഡിഫയറും ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ, ദെൻ വി വിൽ ലേൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ, ഷീ ഈസ് ഡാൻസിങ് ഓൺ ദ സ്റ്റേജ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഷീ ആണ്. അവൾ നൃത്തം ചെയ്യുകയാണ് ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട്. ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്, പക്ഷേ അർത്ഥം ഇതാണ്, അവൾ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് നൃത്തം ചെയ്യുകയാണ്. സബ്ജക്റ്റ് ഈസ് ഷീ ആൻഡ് verb is dancing. Is dancing. This is a phrase verb. പറഞ്ഞായിരുന്നല്ലോ, വെർബിൻ്റെ കൂടെ ഫ്രേസ് ഏതെങ്കിലും ചേരുകയാണെങ്കിൽ അതൊരു ഫ്രേസ് വെർബാണ്. ഹിയർ ഈസ് ഡാൻസിങ് ഈസ് എ വെർബ് ഫ്രേസ്, ആൻഡ് ദിസ് വെർബ് ഫ്രേസ് ഈസ് മോഡിഫൈഡ് വിത്ത് ഓൺ സ്റ്റേജ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡാൻസിങ്ങിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഓൺ സ്റ്റേജിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്ത നൃത്തമെന്ന ആക്ഷനെ ഓൺ സ്റ്റേജ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന മോഡിഫയർ വെച്ച് മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ഈ പ്രെഡിക്കേറ്റിൽ. ഇത്തരം പ്രെഡിക്കേറ്റിനെ നമ്മൾ എന്ത് പറയും? കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ? അണ്ടർസ്റ്റാൻഡ്? നൗ ലെറ്റ്സ് ചെക്ക് അനദർ എക്സാമ്പിൾ ഓൾസോ. ഹി വാക്ക്ഡ് എ ലോങ് വേ. അവൻ എന്ത് ചെയ്തു? ഒരുപാട് ദൂരം നടന്നു. ഹിയർ ദ സബ്ജക്റ്റ് ഈസ് ഹി and the action is walked. This is a verb phrase. Walk ആണ് verb, walked verb phrase ആണ്, and this verb phrase is modified with a long way. ഒരുപാട് ദൂരം നടന്നു. ഈ സബ്ജക്റ്റ് ഹി ചെയ്ത വാക്ക്ഡ് എന്ന പ്രവൃത്തിയെ എ ലോങ് വേ വെച്ച് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രെഡിക്കേറ്റിനെ നമ്മൾ കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറയും. That means in complete predicate there will be a verb phrase modified with a modifier. Okay, now it's understand. That means in complete predicate there will be a verb with modifying phrase. അതിൽ എന്തുണ്ടാകും? വെർബ് ഉണ്ടാകും, അതിൻ്റെ കൂടെ മോഡിഫൈയിങ് ഫ്രേസും ഉണ്ടാകും. Okay dear children, try to learn this by hearing again and again,
And if you like this channel, please subscribe Sense Diary. Press the bell icon also. Thank you.